ഇവിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അതേ ഞങ്ങള് വൈകുന്നേരം കേട്ടോ കൊഴുക്കട്ട ശനിയുടെ വൈകുന്നേരമായി. അപ്പൊ അതേ ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് ഉച്ചക്ക് കിടന്നുറങ്ങിയൊക്കെ ചെയ്തു. അപ്പൊ തേങ്ങയൊക്കെ പൊട്ടിച്ച് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പരിപാടി ഉണ്ടായിരുന്നു ഗൈസ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ട്. ആ വ്ളോഗ് ഇതുകൊണ്ട് ഒരുമിച്ച് ചേർക്കാനായിരുന്നു, പക്ഷെ ലെങ്ത് കൂടി പോയതുകൊണ്ട് അത് ഞങ്ങൾ ആദ്യം പോസ്റ്റ് ചെയ്തു. ഫാമിലിപരമായിട്ട് ഒരു ഭയങ്കര സെറ്റപ്പായ ലെങ്ത് കൂടിപ്പോയി. അതെ, ലെങ്ത് കൂടുതലാണ് ഞങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ നമ്മുടെ കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടി പോണേ. ഭയങ്കര ക്ഷീണവും പിന്നെ അതിന്റെ ഒപ്പം എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പോണം. അങ്ങനെ കുറെ പരിപാടികളൊക്കെ അതിന് മുമ്പ് പിടിച്ച് ശർക്കരയൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കണേണ്. ഇനി കൊഴുക്കട്ട കുഴച്ചെടുക്കണം. അതിന് ആള് വേണമല്ലോ. കഴിഞ്ഞ കൊല്ലം ഞാൻ ഒറ്റക്കാണ് എല്ലാം ഉണ്ടാക്കിയത്. എന്റെ ഈ കൈകളാണ് എപ്പോഴും കുഴക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ഞാനാണ് കുഴച്ചത്. ശരിയാ, കഴിഞ്ഞ കൊല്ലം എന്താ ഞാൻ ഒറ്റക്കാണ് ചെയ്തത്. അത് എന്തുകൊണ്ടായിരുന്നു? എനിക്ക് പാടില്ലേ എന്തോ, അല്ലെങ്കിൽ എനിക്ക് ക്യാമ്പ് ഉണ്ടായ ക്യാമ്പ് ഉണ്ടായിരുന്നു. ക്യാമ്പോ ടൂർണമെന്റോ എന്തോ ടൂർണമെന്റ് എന്തോ ഉണ്ടായിരുന്നു. അപ്പൊ രാവിലെ മുതല് ഇല്ല ക്യാമ്പ് അറ്റൻഡ് ഉണ്ടായിരുന്നത്. ടൂർണമെന്റ് കഴിഞ്ഞ ഇതിനായിരുന്നു, എന്തോ വേറത്തെ ഒരു പരിപാടിക്ക് ഞാൻ ഒറ്റക്ക് ചെയ്തു. ഓക്കെ, അങ്ങനെ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് കഴിഞ്ഞ പ്രാവശ്യം ബിനീഷ് ഒറ്റക്കായിരുന്നു. അപ്പൊ ഇല്ല, ഞാൻ വന്ന് 2 3 വരെ ചെയ്ത് തന്നു. വലുതായിരുന്നു ഞാൻ ഞാൻ ഓടിച്ചത് തീർന്നു പോകും. ഇത്തരമുള്ള എനിക്ക് കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കും ഇച്ചിരി വലുതായിരിക്കണം. കാരണം ഒരെണ്ണം കഴിച്ചാൽ മതിയല്ലോ. ആൾക്കാർക്ക് കൊടുക്കുമ്പോ വലുതാണെങ്കിലും 1 2 3 മാത്രം കൊണ്ട് കൊടുത്താൽ പോലോ. അവർക്ക് എല്ലാവർക്കും ഈ പ്രാവശ്യം ഞങ്ങൾക്ക് വേറെ ആർക്കും കൊടുക്കാനില്ല. അപ്പുറത്ത് കൊടുക്കാണ്ട് ഞാൻ അധികം ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കാന്ന് വിചാരിച്ചു. നോക്കട്ടെ, ഉണ്ടാക്കി വരുമ്പോ എന്താവാൻ നോക്കട്ടെ. അപ്പൊ എന്തായാലും 5:30 മുമ്പ് എന്റെ പരിപാടിയൊക്കെ തീർക്കണം. എനിക്ക് അത് കഴിഞ്ഞിട്ടുള്ള എനിക്ക് പഠിക്കണ ആൾക്കാർ ശ്രദ്ധിക്കുക. ഇത്ര ഉള്ള ഉണ്ടാ ഈ ചായ ഉണ്ടാക്കണതും ഇത്ര ഉള്ള ഉണ്ടാ ഞാൻ അങ്ങനെയായിരിക്കും. ഇവിടെ റോണാണെങ്കിൽ കറങ്ങി തിരിഞ്ഞൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കണ്ട്. ഉച്ചക്ക് ഫുഡും കഴിഞ്ഞിട്ട് കളിക്കാൻ വിട്ടതാണ്. നേരെ അവിടെ ഇവിടെയൊക്കെ നടപ്പുണ്ട്. എൻ്റെ കാറിൻ്റെ അടിയിലൊക്കെ കയറി ഇറങ്ങി എന്നൊക്കെ. ഇപ്പം മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ മേത്ത് 2 ചവിട്ട് ചവിട്ടല പരിപാടി. അപ്പം അതങ്ങനെ. അപ്പം എന്തായാലും നമുക്ക് നേരെ ഇനി ഫുഡ് ഉണ്ടാക്കാൻ പോവാം. ഫുഡല്ല കൊഴുക്കട്ട. അപ്പൊ ഇവിടെ പാത്രമൊക്കെ കഴുകുന്നുണ്ടായിരുന്നു. സൗണ്ട് നോയിസ് നിങ്ങൾക്ക് എങ്ങനെയാണ് കേൾക്കുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. സൗണ്ട് പാത്രമൊക്കെ കഴിക്കാൻ ഇവിടെ ഒരു ചരിവത്തിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നോയമ്പായത് കാരണം 2 പെഗ്ഗൊക്കെ അടിച്ച് തുടങ്ങാൻ വിചാരിച്ചില്ല. വേറൊന്നുമല്ല, ഇത് ഇപ്പൊ കുറച്ചു മുമ്പ് ഇന്നത്തെ വീഡിയോ ഇട്ടേക്കണേല ഷോർട്ട് വീഡിയോ വേറൊന്നുമല്ല. നല്ല കടുപ്പത്തിൽ ചായ തിളപ്പിച്ചു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഇത് തന്നെ കേട്ടോ. ഓൾഡ് മഗ് കഴിക്കാൻ നല്ല മാറ്റി ആൾക്കാർ വിചാരിക്കേ എന്നും ഇനി അത് അരിച്ചൊഴിക്കണം. അങ്ങനത്തെ പരിപാടി ഉണ്ട്. എന്നിട്ട് വേണം ഇനി ബാക്കി ഇനി വെള്ളം വെക്കണം തിളപ്പിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ഓരോരോ പരിപാടിയായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോട്ടെ. വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോണക്കാലം മുമ്പ് ഇതെല്ലാം ഒന്ന് പിടിപ്പിക്കണം. എന്നെ കൊണ്ട് ശർക്കരയൊക്കെ ഇവിടെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഞാൻ ഇളക്കി തരുമല്ലോ. ശർക്കര ഉണ്ട്, ഇങ്ങനെ ഇളക്കി ഇരിക്കണം. ഇതിന്റെ പാകം ഡാനി ചേച്ചിയാണ് പറഞ്ഞു കൊടുത്തെന്നാ പറയുന്നത്. പിന്നെ എന്റെ ഇപ്പോഴുള്ള എന്റെ കൈകൾ എത്തിയാൽ മാത്രമാണ് ഇവിടെ കൊഴുക്കട്ട പെർഫെക്റ്റ് ആവുള്ളൂ. ആ ഏലക്കയൊക്കെ പൊടിച്ചിട്ട് ഒരു ജീരകമൊക്കെ പൊടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല പാകത്തിനുണ്ട്. നമ്മുടെ അടിപൊളിയായിട്ട് വരുന്നത്. നല്ല ഒട്ടിയിരിക്കും. ഞാൻ ഇളക്കിക്കോളാം, എനിക്കറിയാം, ഞാൻ ഇളക്കിക്കോളാം. നീ എന്നെ ഇളക്കാൻ പഠിപ്പിക്കണ്ട. ഡാൻസീസിനോട് പറഞ്ഞത് പാകം നോക്കാൻ എങ്ങനെയാണെന്നാ. ഞാൻ ആദ്യമായിട്ട് അവിടെ വെച്ചാണ് ഉണ്ടാക്കണത്. ആരും പറഞ്ഞു തരാനൊന്നും ഉണ്ടായില്ല. അപ്പം ഡാൻസീച്ചി അവിടെ ഉള്ളപ്പോൾ ഡാൻസീച്ചിനോട് വെച്ച് ഡാൻസീച്ചി ഇത് എങ്ങനെയാണ് എനിക്കറിയില്ലെന്ന്. അപ്പോൾ ഡാൻസീച്ചി വന്നത് ഇങ്ങനെ എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കാണിച്ചു തന്നു. ഡാൻസീച്ചി ഉണ്ടാക്കിയ ആ ഇതിലാണ് വെച്ചാൽ നമ്മൾ ഈ ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ ശർക്കര പാനിയുടെ ഇത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് ഇങ്ങനെ വലിക്കണോ ചൂടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒട്ടിച്ച് നോക്കുമ്പോൾ കണ്ടത് ഇങ്ങനെ വലിയുന്നുണ്ട്. അത് ഇങ്ങനെ വലിഞ്ഞ് ഇങ്ങനെ വരും. അതാണ് അതിന്റെ പാകം. അപ്പൊ നമുക്ക് തേങ്ങ കൊടുക്കാന്ന് പറയുന്നത്. തന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ഇത് കുഴക്കാനായിട്ട് നമ്മുടെ പൊടിയൊക്കെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ചൂട് വെള്ളമുള്ളൂ.
ഇത് തിളച്ചൂടല്ല, തിളച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് എന്താ പറയാ, ഒന്ന് കുഴച്ചങ്ങാട് റെഡിയാക്കണം. തിരിച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ റെഡിയാക്കി എടുക്കണം കേട്ടോ. അങ്ങനെയാണ് ഇതിന്റെ പാകത്തിന് ആക്കി എടുക്കുന്നത് നമ്മള്. ഞാൻ കൊടുക്കാം. ഇതാണ് എന്നെ വിളിച്ച് ഇരുത്തും, എന്നിട്ട് ലാസ്റ്റ് ഇയാള് തന്നെ ഈ അരികത്തൊക്കെ ഇരിക്കുന്നതൊക്കെ മാറി മാറി മാറി. ഒഴിച്ചോട്ടെ വെള്ളം. യെസ് ബേബി, ഒഴുക്കി. അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാൻ മിടിക്കുക, അതിലും മിടിക്കുക, എല്ലാ കാര്യത്തിലും മിടിക്കുക. വയറ് നിറയെ ബുദ്ധിയാണ് എൻ്റെ കൊച്ചിന്. ഇത് നല്ല രസമുള്ള പരിപാടി ഉണ്ടാകും. ഇത് ഞാൻ കുറച്ചും കൂടി അടുത്ത് വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം കുറച്ചും കൂടി നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ കുറേ ക്രിസ്ത്യൻസായ എല്ലാവർക്കും അറിയാൻ പറ്റും, ബാക്കി ആൾക്കാർക്കാണ് അല്ലേ ഇത് ഉണ്ടാക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും എല്ലാവരും കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കണവരായിരിക്കുമല്ലോ ഓൾമോസ്റ്റ്. നമ്മുടെ റോണുണ്ട് അടുത്ത് വന്നിങ്ങനെ മേളിലോട്ട് കയറിയേക്കുന്നുണ്ട്. അത് എൻ്റെ കൈ വന്നിങ്ങനെ മണുക്കണാണ്. അവ എന്താണ് ഉണ്ടാക്കിയത് തിന്നതെന്ന് അറിയാൻ വേണ്ടി. അല്ല റോണോ ബാ കടാ, ഇവിടെ കയറി നിന്നിട്ട് അവന് കൈയൊക്കെ സ്മെല്ല് ചെയ്യണം. അപ്പോൾ അറിയാമല്ലോ ഇവിടെ എന്താ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് തിന്നാണ്ടത്. അല്ലടാ റോണോ, കുരുത്തം കെട്ടവനെ ഞങ്ങളുടെ മോനാണ് അല്ലേ റോണോ? സുന്ദരി കുട്ടിയാണ് ഞങ്ങളുടെ. അപ്പോൾ അതേ റോണോൻ്റെ അടുത്ത് നിന്ന് ഞാൻ വന്നിട്ട് റോണോൻ്റെ അടുത്ത് നിന്ന് കൈയൊക്കെ നല്ലോണം കഴുകി. കാര്യം കൈ മണത്ത് നോക്കണായിരുന്നു. ഞാൻ ഇതേപോലെ ഇങ്ങനെ മാവ് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ശർക്കര അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ശർക്കര എനിക്ക് സങ്കടം വന്നതേ അല്ലേ, ശർക്കരക്ക് കളറില്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്ന കുറച്ച് മുളക് പൊടി വാരി ഇടുന്നു. ഇത് കണ്ടില്ലേ നോക്കി എടാ കളറിലല്ല, ടേസ്റ്റില്ല കാര്യം, കളറിൽ എന്താണ് കാര്യം ഇരിക്കുന്നത്? കളർ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറെ കളർ പൊടി അതും ഇതൊക്കെ മേടിച്ചാൽ കിട്ടാൻ പറ്റും. നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് എടുക്കണം. അപ്പൊ ഞാൻ മാക്സിമം ഈ ഒരു ലെവലിലാണ് കൊണ്ട് എടുക്കണം. അല്ല എനിക്ക് അത്യാവശ്യം അങ്ങനെയൊക്കെയാണ് വേണ്ടത്. ഇച്ചയുടെ കൈ നല്ല വലിയ കൈ ആയതുകൊണ്ട് അല്ലേ, വലിയ കൈ ആയതുകൊണ്ടൊന്നുമല്ല. ഞാൻ ഇങ്ങനെയൊക്കെ ഞാൻ അമ്മച്ചിയൊക്കെ എന്റെ അമ്മച്ചിയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ എടുക്കും ആവശ്യത്തിന്. പിന്നെ ഈ ഒരു പാത്രത്തിലായാലും ചൂട് കുറച്ചു നേരം അങ്ങനെ നിൽക്കും. ഒരിത്തിരി ഇട്ടതില്ലേ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പാടായിരിക്കുമല്ലോ. അതൊക്കെ നേരെ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മൂടണം ഗൈസ്. കുറെ പേർക്കൊക്കെ അറിയില്ലാത്തവരുണ്ടാവും. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മൂടി ഇങ്ങനെ കണ്ട ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് മൊത്തം ഇങ്ങനെ മൂടിയിട്ട് പിന്നെ നമ്മളൊരു ബോള് പോലെ ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ എടുക്കണം. ഞാൻ മിക്കപ്പോഴും ചെയ്യുന്നത് ഞാൻ ഇതേപോലെ റെഡിയാക്കിയിട്ട് ഫില്ലിങ്സ് നിറച്ചിട്ട് ചൈ ഒട്ടിക്കോളൂ. അതാണ് ഏറ്റവും എളുപ്പമുള്ള പരിപാടി കേട്ടോ സത്യത്തിൽ. അതിലാകുമ്പോ വേറെ പരിപാടിയൊന്നുമില്ല. അപ്പൊ പിന്നെ ഷേപ്പ് ഒന്നും ഉണ്ടാക്കൂല. അമ്മച്ചിയൊക്കെ ഉണ്ടാക്കുമ്പോ ഭയങ്കര ഷേപ്പാണ്. ഞാൻ ഉണ്ടാക്കുമ്പോ ഷേപ്പ് ഒന്നും പറ്റില്ല. അത്യാവശ്യം നല്ലത് ഇതേപോലെ വരും. പിന്നെ ബിനീഷൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഈ കൊഴുക്കട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് പൊട്ടാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇത് പൊട്ടിയ ഇതിൽ കൂടെയൊക്കെ ഇങ്ങനെ ഒലിച്ചൊക്കെ വരുമ്പോ ഒരു പ്രത്യേക രസമായിരിക്കും. അതൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഇതേപോലെ ഇനി പാസ് ചെയ്ത് ഇങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കാൻ പോകണ്ട. ഇത്ര ചെറിയ കൊണ്ട് അത്ര ചെറുതായിരിക്കും. അതെ നമ്മുടെ കൊഴുക്കട്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടാ. ഉരുട്ടണ അധികം ഒന്നും കാണിച്ചില്ലെങ്കിലും കണ്ട കൊഴുക്കട്ട ഇവിടെ നല്ല സ്റ്റൈലായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതേവിടെ ഇനി അടുത്ത ട്രിപ്പ് വെക്കാനുണ്ട്. രണ്ട് സൈസാണല്ലോ കേറിയേക്കുന്നത്, ചെറുതും വലുതൊക്കെ ആയിട്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് ചെറു ഡൗട്ട് ഉണ്ട്, എന്നാലും നമുക്ക് ക്ലിയർ ചെയ്യാലോ അല്ലെ. അതെ, ഇത്ര നേരം അമ്മച്ചി വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സ്പൂൺ കൊടുക്കണം ബിനീഷ്. ബിനീഷ് എന്നാലുള്ളത് ക്ലിയർ ആയത് നോക്കട്ടെ കേട്ടോ. അമ്മച്ചി പറഞ്ഞു ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് നോക്ക്, അപ്പൊ അത് കറക്റ്റ് ആവൂല്ലേന്ന് അറിയാം. ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം എന്താണ് ഈ പ്രാവശ്യം ഡ്രൈ ആയി പോയി കുറച്ചും കൂടി. അതെന്താണ് നമ്മള് വീഡിയോ എടുക്കാൻ നേരത്തൊക്കെ കുറച്ചു നേരം ഇങ്ങനെ ഇതാക്കിയില്ല. പിന്നെ അങ്ങനെ ഇളക്കാൻ നേരത്തെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും കുറച്ച് ഡ്രൈ ആയി പോയപ്പോ കൊഴുക്കട്ട പക്ഷെ നല്ല സ്റ്റീമൊക്കെ നല്ല ബ്യൂട്ടി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ടെൻഷനായിരുന്നു. നല്ല പൊളി ആയിട്ടുണ്ട്. ഡ്രൈ ഒക്കെ മാറും. അമ്മച്ചി പറയുകയും ചെയ്തു അതൊക്കെ മാറും. നീ എന്തിനാ ടെൻഷൻ അടിക്കണേന്ന് ചോദിച്ചാ അമ്മച്ചി. പിന്നെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എങ്ങനെയുണ്ട്? പൊളിയായിട്ടില്ല നമ്മുടെ കൊഴുക്കട്ട. ഇവിടെ പറഞ്ഞിട്ട് നമ്മൾ നോക്കി നല്ല ആവിയൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മള് ഇത് കുറച്ച് പേർക്ക് നമുക്ക് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇത് ഫസ്റ്റ് ട്രിപ്പിലെ തന്നെ അവർക്ക് കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്കുള്ളത്
ഇവിടെ ഉണ്ട പിടിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ, കൊണ്ട് പിടിച്ച് വെച്ചാൽ ഇത് നമുക്കുള്ളത്. ഇത് നമുക്ക് പൊട്ടിപ്പോയാലും പ്രശ്നമില്ല. എനിക്ക് ആദ്യത്തെ ഒരു ഭയങ്കര ടെൻഷൻ അത് പൊട്ടി പോകുമ്പോഴോ ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കണമല്ലോ. പിന്നെ വേറൊരാള് നമ്മുടെ റോണോ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കണ്ട. റോണോ രക്ഷയില്ല. അതെ, റോണനും ഇത് കുറച്ച് ഞങ്ങൾ എടുത്തിട്ട് അവര് കൊടുത്തായിരുന്നു. ശർക്കര മാത്രം, ശർക്കരയും തേങ്ങ കൊണ്ട് വിളയിച്ചതിന്റെ ലാസ്റ്റ് പാത്രം എല്ലാം കറക്റ്റ് ആണ് കേട്ടോ. പൊടിയും ശർക്കര ഇതാക്കിയതും രണ്ടും കറക്റ്റ് ആയിരുന്നു. പാകത്തിന് പാകമായിരുന്നു. വേറെ വേസ്റ്റ് ആയിട്ട് വന്നൊന്നുമില്ല. കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ കുറച്ചൊക്കെ ഫ്രിഡ്ജിൽ അത് എന്റെ കഴിവ്, എന്റെ ആ ഉണ്ട പിടിക്കണ കൈകൾ ശ്രദ്ധിക്കുക, കറക്റ്റ് അളവിലാണ് ഞാൻ ഉണ്ട പിടിക്കുക. അത് ഓർമ്മ വേണം. അപ്പൊ ഞാൻ എന്തായാലും തിന്നോടെ. സെറ്റ് ആയിട്ടില്ലേ? എന്നിട്ട് ഇനി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ട കഴിക്കും. കണ്ട ഗൈസ് നോക്കിയേ, ഒരാൾ നല്ല നോക്കിയിരിക്കണ നോക്കി. അവൻ വെയിറ്റ് ചെയ്തിരിക്കണ. തന്നില്ലല്ലോ ചൂടെന്ന് പറഞ്ഞിട്ട് കേക്കല്ല. എടാ ചൂടാണ്, അമ്മ തരും നിനക്ക്. ഇരിക്കണേട്ടതേ വാലക്കാട്ടി. ഇവരാണ് തന്നൂല്ലല്ലോ. കൊടുത്തു നോക്കിയാ ചൂടോടെ കഴിച്ചോക്കട്ടെ. കൊടുത്തു നോക്ക്. അവൻ തിന്നോട്ടെ, അവന് ഭയങ്കര ഇഷ്ടമാണ്. അവൻ അങ്ങനെ കൊഴുക്കട്ടെ അവനും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. നല്ല സ്റ്റൈലായിട്ട് അവന് ഭയങ്കര ഇഷ്ടമായി. ആള് നല്ല ചൂടുള്ളാറിനെ പതിയെ പതിയാണ് ആള് കഴിക്കട്ടത്. അടുത്ത വന്നിരിക്കണ തരൂ, എനിക്ക് ഞാൻ റെഡിയാണ്. ചൂടാറട്ടെ, എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് തരാം കേട്ടോ. ചൂടാറിക്കഴിയുമ്പോ വാടാ. അയ്യോ ഞാൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ടാ ഒരു കുളിയൊക്കെ കുളിച്ച് റെഡിയായി. ഞാനും കുളിച്ച് സുന്ദരിയും പണിയെല്ലാം കഴിഞ്ഞപ്പോ മുറ്റോ കളിച്ചിട്ട് നീറ്റാക്കി ഇട്ടു. അപ്പൊ ഞാൻ വരുമ്പോഴത്തേ കാണുന്നത് ഇതേ ഒരു സപ്പോർട്ട ആള് തിന്നുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എനിക്കൂടെ ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ജ്യൂസ്, വേഴ്സ് മൈ ജ്യൂസ്? ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ജ്യൂസ് നോക്കട്ടെ. ഓ വാവ്, സൂപ്പർ, താങ്ക് യു മൈ ബേബി. അതെ, ജ്യൂസ് എനിക്കൊരു ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ കൊഴുക്കട്ട കണ്ടില്ലേ, നല്ല സൂപ്പർ കൊഴുക്കട്ട ഉണ്ടാ. പിന്നെ അതുപോലെ തന്നെ ഇന്ന് രാത്രി നല്ല സൂപ്പർ ചിക്കൻ കറിയാണ്. ഞാൻ തുറന്ന് കാണിക്കണില്ല, അത് പിന്നെ കാണിക്കാം. അതെ, സപ്പോർട്ട് തന്നോണ്ടിരിക്കുന്നുണ്ടേ. നല്ല പഴുത്തണ്ടായിരുന്നു. അപ്പുറത്ത് നമ്മുടെ ട്രീസ് ചേച്ചിയുടെ ഹസ്ബൻഡ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഖത്തറിന്ന് എത്തിയിട്ടുണ്ട് ആള്. വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ദൈവവായും കൊണ്ട് എല്ലാം സെറ്റായി. ആളിന്ന് വൈകുന്നേരം ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചേട്ടന് ഭയങ്കര സപ്പോർട്ടായി. ഇഷ്ടമെന്ന് നേരത്തെ പറഞ്ഞു. ബിനീഷ തീർന്നക്കാലം മുമ്പ് ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചേക്കട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് അറിയായിരുന്നു വരോന്നുള്ളത്. അതായത് വരോന്നുള്ളത് വെച്ചാല് പുള്ളിക്കാരി ടൈമിൽ എത്തുമെന്നുള്ളത് അറിയാമായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് പൊട്ടിച്ച് വെച്ചപ്പോൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെ, ഇപ്പൊ തന്നെ കൈയോടെ പഴുത്ത് ഇപ്പുണ്ടായിരുന്നു. നാളത്തേക്ക് ആകുമ്പോൾ ഒന്നുകൂടി ഇങ്ങനെ നെങ്ങും. അതിനെ നല്ലത് ഇന്ന് കഴിക്കുന്നതാ. അപ്പൊ അതെ, ഇപ്പൊ ഞാൻ കൊടുത്തിട്ട് വന്നോളൂ. അതെ, ഞാൻ കഴിച്ചോണ്ടിരിക്കും. ഞങ്ങളുടെ ഇന്നത്തെ ഒരു വ്ലോഗ് കാര്യങ്ങളല്ലേ, നല്ല അടിപൊളിയായിരുന്നു വിചാരിക്കുന്നു. അനൂപേട്ടന്റെ വൈഫ് ഇപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പറാണ്, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ. പിന്നെന്താണ്, അത്രയൊക്കെ ഉള്ളൂ. ഇപ്പൊ ഇന്നത്തെ വ്ലോഗ്. ഇനി രാവിലെ പള്ളിയിൽ പോകണം. കുരുത്തോല പെരുന്നാളാണ്, ഓശാന ഞായറാണ്. അപ്പൊ അതിന് പോകണം പള്ളിയിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, ചെറിയൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എറണാകുളത്ത് പോകണം. പിന്നെ കുറച്ച് മസാലപ്പൊടികളൊക്കെ എറണാകുളത്ത് വാങ്ങാനുണ്ട്. അതൊക്കെ വാങ്ങണം. അങ്ങനെ കുറച്ച് കറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിനീഷ് എവിടെ ഇനി അടുത്ത വീഡിയോ ഒക്കെ ഉള്ള റെക്കോർഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പോണേ. നാളെ പോണല്ലോ. അപ്പൊ അതിനുള്ളതെല്ലാം നമ്മളിപ്പോൾ നാളെ പോകുമ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളെല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെച്ച് എല്ലാം റെഡിയാക്കി വെക്കും. അപ്പോൾ അത് ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കും. ഇപ്പോഴത്തെ സമയം കണ്ട കൊഴുക്കട്ട മോശം, 22/6, അതായത് 10/6. കൊഴുക്കട്ട മോശമാണെന്ന് വിചാരിച്ചു. പക്ഷെ ഏറ്റവും നല്ല സൂപ്പർ കൊഴുക്കട്ടയായിരുന്നു ഈ പ്രാവശ്യം. അടിപൊളിയായിരുന്നു. ശർക്കര പണിതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. നമ്മുടെ റോണോ 3 കൊഴുക്കട്ടയാണ് കഴിച്ചത്. കാര്യം പിന്നെയും കൊഴുക്കട്ട വേണമെന്നും പറഞ്ഞിട്ട് അവിടെയൊക്കെ കറങ്ങി അടപ്പുണ്ട്. പിന്നെ നല്ല മഴയായിരുന്നു, വിട്ട് മഴയായിരുന്നു. അപ്പൊ അങ്ങനെ. അപ്പൊ ഇനി എല്ലാവർക്കും, അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ എന്തായാലും വരാം. നാളത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളൊക്കെ നാളെ ഓശാന ഞായറിന്റെ വിശേഷമൊക്കെ ആയിട്ട് വരാം. ഓക്കെ, ബൈ.